40 വർഷത്തോളമായി ഏലൂർ ടൗൺ ഹാളിലെ 26 കുടുംബങ്ങൾ ദുരിതത്തിലാണ്. സ്വന്തമായി ശൗചാലയമില്ലാത്തതും വൃത്തിഹീനമായ ജീവിതാന്തരീക്ഷവുമാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാലങ്ങളായി സർക്കാർ ഇവരെ അവഗണിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സ്വന്തമായി ഒരു തുണ്ടു ഭൂമിയില്ലാതെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കുറച്ചു ജീവിതങ്ങളുണ്ട് ഏലൂരിൽ. പഞ്ചായത്ത് കോളനിയിലെ 26ഓളം കുടുംബങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതജീവിതം നയിക്കുന്നത്. ഷീറ്റ് മേഞ്ഞ വീടുകൾക്ക് പിന്നാമ്പുറത്ത് പുഞ്ചപ്പാടമാണ്. മഴക്കാലമായാൽ ഇവരുടെ ദുരിതം ഇരട്ടിയാകും. മുതിർന്നവരും കുട്ടികളുമടക്കം 130ഓളം പേരുടെ ആവശ്യങ്ങൾക്കുള്ള ഏക ആശ്രയം സമീപത്തെ പൊതു ശൗചാലയമാണ്. പൊട്ടിത്തകർന്ന പൈപ്പുകളും അഴുക്കുചാലുകളുമാണ് അവിടുത്തെ അവസ്ഥ. മുത്തുവാണ് വർഷങ്ങളായി പൊതുശൗചാലയത്തിന്റെ കാവൽക്കാരി. അധികാരികളുടെ അവഗണന തുടരുന്നതിനാൽ ആവശ്യങ്ങൾ പറഞ്ഞു പോകാറില്ലെന്ന് മുത്തു പറയുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സംബളവും ഇല്ല, ഒന്നുമില്ല. ഈ കിട്ടുന്ന കാശും വെച്ചാണ് ഞാൻ ഈ മരുന്നും ഇതൊക്കെ മേടിച്ച് ഇവിടെ നന്നാക്കിയിട്ടുണ്ട്. 100-180 ആൾക്കാരത്തോളം ഉണ്ട് ഇവിടെ വരുന്ന. എനിക്ക് കിട്ടുന്ന കാലത്ത് നിന്ന് വൈകുന്നേരം വരെ ഇരുന്നാൽ ചിലപ്പോൾ 50 രൂപ കിട്ടും, അല്ലെങ്കിൽ 60 രൂപ 70 രൂപ എനിക്ക് കിട്ടാറുള്ളൂ. ആ കാശ് വെച്ചാണ് ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ആധാർ കാർഡും റേഷൻ കാർഡും ഉള്ളവരാണ്. വർഷാവർഷം കൃത്യമായി വോട്ട് രേഖപ്പെടുത്താറുണ്ട്. കാലങ്ങളായി പഞ്ചായത്ത് കോളനിയിൽ താമസിക്കുന്നു എന്നല്ലാതെ ആരുടെയും വീടിന് ആധാരമോ പട്ടയമോ ഇല്ല. കക്കൂസ അപ്പുറത്താണുള്ളത്. രാത്രി നേരം വലിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കക്കൂസയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. രാത്രി അങ്ങോട്ട് ഓടിച്ചെല്ലാനൊന്നും പറ്റുന്നില്ല. ഞങ്ങളുടെ കാലാവധി തീരാറായി. ഇനിയുള്ളവരെങ്കിലും നന്നായി ജീവിക്കട്ടെ. ഒരു ഉള്ളംകൈ സ്ഥലമെങ്കിലും ഞങ്ങൾ മേടിച്ചു കൊടുക്കാതെ ഞങ്ങൾ മരിച്ചിട്ട് വല്ലയിടത്തൊക്കെ പോയി ഞങ്ങൾ താമസിക്കാൻ പറ്റുമോ? ഈ 130 ആൾക്കാർക്ക് പോകാൻ തന്നെ അവിടെ ഇതില്ല. എന്നിട്ടാണ് പുറത്തുനിന്ന് ആളുകൾ വരുന്നത്. സ്വന്തമായിട്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ രാത്രിയിൽ യാത്രയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്. അത് പറഞ്ഞിട്ട് അത് കേൾക്കണതാണ്. ആ ടോയ്ലറ്റ് അടിയന്തരമായിട്ട് നന്നാക്കി ഇവർക്ക് ടോയ്ലറ്റ് സംവിധാനം ഒരുക്കണം. പോരാതെ 40-45 വർഷമായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് 2 സെൻറ്റ് ഭൂമിയെങ്കിലും വീതം പട്ടയം നൽകി ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിച്ച് നൽകാനുള്ള മനസ്സ്, സന്നദ്ധത നഗരസഭയും സംസ്ഥാന സർക്കാരും സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.